അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. നിങ്ങൾ പോലും അറിയാതെയായിരിക്കും. നീ 1-ാമത്തെ അല്ല, 9-ാമത്തെയാ. ഇതുവരെ ഭവാനി 8 പേരെ കൊന്നു കഴിഞ്ഞു. ഭവാനി എന്തിനാ നിങ്ങൾക്കെതിരെ വരുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ആലോചിച്ച് നോക്ക്. അതെന്തിനാണെന്ന് അറിയണമെങ്കിൽ ഞാൻ പറയുന്ന ആളിനെ പോയി കാണാൻ. യമുനെ, എവിടെ പോയിരിക്കായിരുന്നു നീ? ഒരു SMS മാത്രം അയച്ചാ ഞങ്ങൾ എങ്ങനെ ഇവിടെ സമാധാനത്തോടെ ഇരിക്കും? മുത്തശ്ശി മരിച്ചതിന് ശേഷം നീ വല്ലാതെ അപ്സെറ്റ് ആണെന്ന് ഞങ്ങൾക്കറിയാം. നിനക്ക് എവിടെയെങ്കിലും വെക്കേഷന് പോണോ മോളെ? പൊയ്ക്കോ. അതോ ഏതെങ്കിലും കൗൺസിലിങ്ങിന് പോണോ? പറഞ്ഞോ, നമുക്ക് അറേഞ്ച് ചെയ്യാം. അല്ലാതെ ഇങ്ങനെ മിണ്ടാതിരിക്കരുത്. നിനക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ രണ്ടുപേരും ജീവിക്കുന്നത്. ഡോക്ടേഴ്സ്ഡാ. ഡൽഹിയിലൊരു ജോബ് ഇൻ്റർവ്യൂവിന് എന്നെ വിളിച്ചിട്ടുണ്ട് അച്ഛാ, ഒരു ന്യൂസ് ചാനലിലേക്ക്. ഇന്ന് തന്നെ പോണം. ഇങ്ങനെ ഇരിക്കുമ്പോ എങ്ങനെ പോകുന്നേ? അവള് പറയുന്നത് സമ്മതിച്ചു കൊടുക്കാതെ. നീ പോയിട്ട് വാ മോളെ. വാട്ട് എവർ യു വാണ്ട് ടു ഡു, ബട്ട് ടേക്ക് കെയർ. താങ്ക്സ് അച്ഛാ. താങ്ക്സ് അമ്മേ.